ഹലോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പർപ്പിളിൻ്റെ ഷോറൂം വന്നാൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്യാതിരിക്കുന്ന മോശമല്ലേ? ഇന്ന് എന്തായാലും ഞാനും പോയി പർപ്പിളിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്നൊന്ന് കാണാം. ഇത്രയും ഐറ്റംസ് ഞാനിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്താ നോക്കാം. ആദ്യം തന്നെ ഞാൻ മേടിച്ചത് ഡേംഡോക്കിൻ്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ്. ഞാൻ ആക്ച്വലി ആക്നെലാക്കിൻ്റെ ഫേസ് വാഷാണ് ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫേസ് വാഷാണ്, എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞാൻ നന്നായിട്ട് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു ആഗ്രഹം ഒന്ന് മാറ്റി ട്രൈ ചെയ്യാം, അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഇത് ഞാൻ ChatGPT-നോടൊക്കെ ചോദിച്ചപ്പം അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 285 ആണ്. പക്ഷേ 10% ഓഫർ ഉണ്ടായിരുന്നു, ഓഫിലാണ് ഇത് കിട്ടിയത്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബെയർ അനാറ്റമിയുടെ ഒരു ഷാമ്പൂ കണ്ടീഷണറുമാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഒരു നല്ല ഷാമ്പൂ കണ്ടീഷണറും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഡ്രൈ സ്കാൽപ്പാണ്, ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് ഇങ്ങനെ ഒരു ഡാൻഡ്രഫ് പോലെ വരുന്നുണ്ട്. പക്ഷേ ഡാൻഡ്രഫ് അല്ല, ഡ്രൈനെസ് ആണെന്നാണ് ഞാൻ കൺസൾട്ട് ചെയ്ത് പറയാൻ പറ്റിയത്. അപ്പം ഞാൻ ഓർത്തു ഒരു നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് നോക്കാണ്. അങ്ങനെയാണ് ബെയർ അനാറ്റമിയുടെ റോസ്മേരി ആൻഡ് കോക്കനട്ട് മിൽക്ക് ഹൈഡ്രേറ്റിംഗ് ഷാമ്പൂ കണ്ടീഷണർ. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഷാമ്പൂവിൻ്റെ റേറ്റ് 265ഉം കണ്ടീഷണറിൻ്റെ റേറ്റ് വരുന്നത് 299ഉമാണ്. പക്ഷേ എനിക്കിത് രണ്ടും 25% ഓഫിനാണ് കിട്ടിയത്. 25 ടോട്ടൽ 50% ഓഫിനാണ് ഇപ്പോൾ പർപ്പിളിൻ്റെ ഷോപ്പിൽ പോയാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ വഴിയെ ഇതിൻ്റെ റിവ്യൂ കൂടി പറയാം കേട്ടോ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡേംഡോക്കിൻ്റെ ഒരു ബോഡി ലോഷനാണ്. ഇതും ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡേംഡോക്ക് ഞാൻ ഇതിന് മുന്നേ നയാസിനമൈഡ് സിറം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിത് മേടിച്ചത്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 265 ആണ്. പക്ഷേ 10% ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇത് മേടിച്ചത്. അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് വഴിയെ ഇതിൻ്റെ റിവ്യൂ പറയാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ഗുഡ് വൈബ്സിൻ്റെ ഷീറ്റ് മാസ്ക് ആണ്. ഈ ഷീറ്റ് മാസ്ക് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ എല്ലാ ഷീറ്റ് മാസ്കും ഒരുവിധം എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. നമുക്ക് ഓരോന്നിനും ഓരോ പേർപ്പസാണ്. ഇതിന് പേൾ എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് മാസ്ക് ഉണ്ട്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് കുറച്ച് നേരം മുന്നേ അതിട്ടിട്ട് മേക്കപ്പ് ചെയ്താൽ കുറച്ചുകൂടി ഒരു ബ്രൈറ്റനായിട്ട് സ്കിൻ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ചാർക്കോളും ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫേസ് നമുക്ക് ക്ലെൻസ് ചെയ്തൊക്കെ കിട്ടും. അപ്പം ഇത് മേടിച്ചു. ഇത് 99 റുപ്പീസാണ്. ഇത് ഇപ്പം പർപ്പിളിൽ ഷോപ്പിൽ പോയ ബൈ 2 get 2 ഓഫറുണ്ട്. ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ 1500 നമ്മൾ പർച്ചേസ് ചെയ്താൽ 500 റുപ്പീസ് നമുക്ക് ഓഫുണ്ട്. അപ്പോൾ 1500 ആക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം എടുത്തതാണ്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് മെയിൻ ഐറ്റം മേബ്ലിൻ്റെ പുതിയ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ലിപ്സ്റ്റിക്ക് ഇത് പുതിയ ലോഞ്ച് ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇതും ഒരെണ്ണം മേടിച്ചു. ലിപ്സ്റ്റിക്കാണല്ലോ നമ്മുടെ മെയിൻ, അപ്പം പിന്നെ നമ്മൾ മേടിക്കാതിരിക്കുന്ന മോശമല്ലേ. ഇപ്പം ഞാൻ ട്രയൽ കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ കാണുന്നത് ഈ ലിപ്സ്റ്റിക്കാണ് എൻ്റെ ചുണ്ടിൽ. ഇത് ആക്ച്വലി ഭയങ്കര ലൈറ്ററായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ കുറേ നാളായിട്ട് ഭയങ്കര ഡാർക്ക് ലിപ്സ്റ്റിക്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കൊരാഗ്രഹം കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് ലൈറ്റ് ഷെയ്ഡ്സൊക്കെ പെട്ടെന്ന് വാഷ് ഔട്ട് ആവും, അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാവേ. ഇതിൻ്റെ ഷെയ്ഡ് 105 സ്പീഡ് വാക്ക് സാറ്റിൻ ഫിനിഷാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടോ? ട്രൈ ചെയ്ത് നോക്കാവേ. നല്ലൊരു വാനിലയുടെ ഒക്കെ സ്മെല്ലാണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു സമയം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാണ്. അപ്പം ഇതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിവ്യൂ ഓരോന്നോരോന്നായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.